ഹായ് ഓൾ, മൈ നെയിം ഈസ് അമൽ. ഇന്ന് PYQ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഈ സെഷനിൽ നമ്മൾ ഗവേണൻസിലെ ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജനറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ആ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യനെ കാണണം. പിന്നെ എല്ലാവരോടും എനിക്ക് ഒരു അഡ്വൈസ് തരാനുള്ളത്, നിങ്ങൾ ഈ PYQ മാസ്റ്റർ ക്ലാസ് കാണുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ കാണുക, ആൻസർ കാണുക, ലൈക്ക് ആൻസറിൻ്റെ ഡിസ്കഷൻ കാണുക. ഫസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ടുള്ള രീതിയിലൊന്ന് എഴുതി നോക്കാം. ഇവിടെ പോസ് ചെയ്തിട്ട് എഴുതി നോക്കിയാൽ മതിയാവും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആർ നോട്ട് ലൊക്കേറ്റഡ് ക്ലോസ് ടു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഡിഫീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഒന്ന് ഡീകോഡ് ചെയ്യാം, ഇതിനൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ്, ഇൻ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽ, കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. പിന്നെ അടുത്തൊരു ഡിമാൻഡാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ്. സോ ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആരുടെ കയ്യിലാണെന്ന് നമ്മൾ അറിയണം. നോട്ട് ലൊക്കേറ്റഡ് ടു ക്ലോസ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ അതെവിടെയാണെന്ന് നമ്മൾ അറിയണം. പിന്നെ ഡിഫീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതെങ്ങനെയാണ്, ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡിഫീറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളും നമ്മൾ അറിയണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പാർട്ട്. സോ നമുക്കിതിനെ വേർഡ് ബൈ വേർഡ് ആയിട്ട്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം. ഇത് 15 മാർക്കാണ്. സോ 3 പേജസ് ഉണ്ടാവും, അറിയാം. ഒരു 15 to 18 പോയിൻറ്റ്സ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യണം. സോ ആ രീതിയിലാണ് ഇതിന് ഡിമാൻഡ് എടുക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഫസ്റ്റ്, കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഡെവലപ്മെൻറ്റ് മോഡൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെൻ്റ് ആണ്, ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, ലോക്കൽ ഗവേണൻസ് ഉണ്ട്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ബോട്ടം അപ്പ് പ്ലാനിങ്, എംപവർമെൻറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കോണ്ടെക്സ്റ്റ് ഓഫ് സ്പെസിഫിക് സൊല്യൂഷൻസ്. ഇത് മോസ്റ്റ്ലി ആൾക്കാർക്ക് മനസ്സിലാവില്ല. ആസ്പിറൻസ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടുപെടും. അതുകൊണ്ട് തന്നെ അവർ ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി ഡീസെൻട്രലൈസേഷൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്നിട്ട് ഒരു ബാലൻസ്ഡ് കൺക്ലൂഷൻ വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അത് തെറ്റാണ്. കാരണം ഡീസെൻട്രലൈസേഷൻ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ല. ഇത് ഡീസെൻട്രലൈസേഷൻ നല്ലതാണ്. ഡീസെൻട്രലൈസേഷൻ ഉള്ളിലുള്ള ഒരു ചെറിയ പ്രോബ്ലത്തിനാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ വിത്തിൻ ഡീസെൻട്രലൈസേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത്. ലൈക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റി നമുക്ക് നോക്കാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഫസ്റ്റ്, കണ്ടംപററി ഡെവലപ്മെൻറ്റ്. അതിൽ തന്നെ ഡീസെൻട്രലൈസേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽസിൽ ഒരു മോഡലാണ് ഡീസെൻട്രലൈസേഷൻ. അതിലുള്ള ഒരു ഷോർട്ട് കമ്മിങ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആർ നോട്ട് ലൊക്കേറ്റഡ് ക്ലോസ് ടു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എവിടെയാണെന്ന് നമ്മൾ അറിയണം. അത് പീപ്പിളാണ്, അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും എവിടെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, എവിടെയാണ് നടക്കുന്നത്? അത് ഹയർ ലെവൽസിലാണ് നടക്കുന്നത്. സോ ഈ ഒരു ഗ്യാപ്പിനെയാണ്, ഈ ഡീസെൻട്രലൈസേഷനിലുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് സെൻട്രൽ ലെവലിലാണ്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിലാണ്. പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നത് ബോട്ടം ഏരിയയിലുള്ള അല്ലെങ്കിൽ ലോക്കൽ റീജൻസിലുള്ള ആൾക്കാർക്കാണ്. ലോക്കൽ ലെവൽസിലാണ് ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നത്. സോ ഈ ഒരു മിസ്മാച്ചാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ ഡീസെൻട്രലൈസേഷനിൽ തന്നെയുള്ള, ഡീസെൻട്രലൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനെയാണ് അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. സോ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ആരാണ് ഈ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്രയോറിറ്റീസ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന ആരാണ്? സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതിൻ്റെ ഔട്ട്കം മോണിറ്റർ ചെയ്യുന്ന ആരാണ്? ഇവരൊക്കെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഈ റെസ്പോൺസിബിലിറ്റീസ് ഹയർ അതോറിറ്റീസിൻ്റെ കയ്യിലാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ നോട്ട് ലൊക്കേറ്റഡ് ടു ദ ക്ലോസ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. സോ ഈ മിസ്മാച്ചാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, പ്രോബ്ലം ലോക്കൽ ലെവലിലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇൻഫർമേഷൻ അവൈലബിൾ ലോക്കലി ആണ്, ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു വില്ലേജ്, ആ ഒരു വില്ലേജിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ആ ഒരു പ്രോബ്ലം ഉണ്ട്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വില്ലേജ് ലെവലിൽ ഉള്ളൊരു പ്രോബ്ലമാണ്. പിന്നീട് അത് ബ്ലോക്കിലേക്ക് കൈമാറും. അത് വില്ലേജിനാണ് കറക്റ്റായിട്ട് അറിയുന്നത്. ഈ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം വില്ലേജിനാണ് അറിയുന്നത്. സോ ലോക്കൽ ലെവലിൽ ഈ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ പാസ് ഡൗൺ ചെയ്ത്
ബ്ലോക്ക് ലെവലിലേക്ക്, ദെൻ ഡിസ്ട്രിക്ട് ലെവൽ, ദെൻ സ്റ്റേറ്റ് ലെവൽ, ദെൻ കംസ് ദ ഡിസിഷൻ. സോ ഇപ്പോൾ ഡിസിഷൻ വരുന്ന സമയത്തേക്ക്, ഫോർ എക്സാമ്പിൾ ബൈ ദ ടൈം ഡിസിഷൻ കം ബാക്ക് പ്രയോറിറ്റീസ് ചേഞ്ച് ആയിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ അതൊരു എൽനിനോ ഇയർ ആയിരിക്കും. സോ ആ ഒരു എൽനിനോ ഇയറിൽ അവിടെ എന്താണ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവുണ്ടാകും. സോ ആ സമയത്ത് അതായിരുന്നു അവരുടെ ആവശ്യം. പിന്നീട് പിറ്റേ വർഷം ലാനിനോ ഇയർ ആയിരിക്കാം. സോ ആ ലാനിനോ ഇയറിൽ അവിടെ ഫ്ലഡാണ് സംഭവിച്ചിട്ടുണ്ടാവുക. സോ അവരുടെ ഡിസിഷൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ പ്രയോറിറ്റീസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇൻഫർമേഷൻ ബിക്കം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അവിടെ ഇപ്പോൾ ഫ്ലഡാണ്. സോ ഫ്ലഡ് മിറ്റിഗേഷനാണ് അവിടെ ഇപ്പോൾ ആവശ്യം. അല്ലാതെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതല്ല. സോ അവിടുത്തെ പ്രോബ്ലംസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ ലോക്കൽ കണ്ടീഷൻസ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇവിടുന്ന് പാസ് ഡൗൺ ചെയ്ത ഇൻഫർമേഷൻ ഹയർ അതോറിറ്റീസിൽ എത്തുമ്പോൾ ആ ഇൻഫർമേഷൻ ഇന്നാഡിക്കേറ്റ് ആയിട്ടുണ്ടാവും. അക്കൗണ്ടബിലിറ്റി, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ വില്ലേജ് ലെവലിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ലെവലിലോട് ചോദിക്കുമ്പോൾ ബ്ലോക്ക് ലെവൽ പറയും അത് ഡിസ്ട്രിക്ട് ലെവലിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്നാണ് ഡിസിഷൻ വരേണ്ടത് എന്നുള്ള രീതിയിൽ അവർ അക്കൗണ്ടബിലിറ്റി പാസ് ചെയ്യും. സോ അവിടെ അക്കൗണ്ടബിലിറ്റിക്ക് ഒരു ഇഷ്യൂ വരുന്നുണ്ടാവും. പിന്നീട് ഡിഫീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ്, നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ക്വസ്റ്റ്യൻ വാണ്ട്സ് ടു ഹൗ എക്സസീവ് സെൻട്രലൈസേഷൻ കാൻ അണ്ടർമൈൻ ഡെവലപ്മെൻറ്റ് ആയിട്ട്. ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള സെൻട്രലൈസേഷൻ ഡെവലപ്മെൻറ്റൽ ഔട്ട്കത്തിനെ എങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. പിന്നീട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ആണ്. സോ നമുക്ക് ഡീസെൻട്രലൈസേഷൻ എല്ലായ്പ്പോഴും ബെറ്റർ ആണെന്ന് നമുക്ക് ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ചില ഡിസിഷൻസ് നമ്മൾ സെൻട്രലൈസ് ആയിട്ട് തന്നെ വെക്കണം. നമ്മുടെ കൺട്രിയുടെ ഒരു ഹോമോജനിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇല്ല, അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ഡിസിഷൻസ് നമ്മൾ സെൻട്രലൈസ് ആയിട്ട് തന്നെ വെക്കണം. സോ ആ രീതിയിൽ ക്രിട്ടിക്കലി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പ്രോക്സിമിറ്റി മാറ്റേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പറയണം. ഇവിടെയാണ് നമ്മൾ 3 പേജിൽ എഴുതേണ്ടത്. പിന്നെ ഇതുപോലുള്ള ഒരു വാല്യൂ അഡിഷൻ നമുക്ക് കൊടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്താൽ മതി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറയാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് നമ്മൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഡെവലപ്മെൻറ്റ് ഈസ് മോർ റെസ്പോൺസീവ് വെൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ലോവസ്റ്റ് competent level, possessing relevant information and implementation capacity, a principle reflected in subsidiarity and decentralization. ഈ ഡീസെൻട്രലൈസേഷൻ സബ്സിഡിയാരിറ്റി ആണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ എക്സാമിനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് നമ്മൾ ഇൻട്രഡക്ഷനിലൂടെ കാണിച്ചു. പിന്നീട് ബോഡിയിൽ നമ്മൾ എഴുതേണ്ടത് ഹൗ ഡിസ്റ്റൻസ് ഡിഫീറ്റ്സ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഡെവലപ്മെൻറ്റിനെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത്, അതിനുള്ള പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇൻഫർമേഷൻ അസിമെട്രി ഉണ്ടാവും അവിടെ. ഫോർ എക്സാമ്പിൾ ഓരോ ലോക്കൽ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ഡിസിഷൻ അവിടത്തേക്ക് എന്താ പറയുക ഇൻഫർമേഷൻസ് എത്തി അവിടുന്ന് ഡിസിഷൻ മേക്കിംഗ് എടുത്ത് അസിമെട്രി ഉണ്ടാവും. പിന്നെ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്, അവിടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാ സ്ഥലത്തും ഗ്രൗണ്ട് റിയാലിറ്റി സെയിം ആയിരിക്കില്ല, ഓരോ റീജിയൻ വൈസ് അത് ഡിഫറൻ്റ് ആയിരിക്കും. സോ അവിടെ വൺ സൈസ് ഫിറ്റ്സ് ഇതുപോലുള്ള 5-6 പോയിൻറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു ഭാഗത്ത്. പിന്നെ ബ്യൂറോക്രാറ്റിക് ഡിലേ, വീക്ക് ഓണർഷിപ്പ്, റിസോഴ്സ് മിസ്മാച്ച്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രോബ്ലംസ് ആയിട്ട് ഉടലെടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അടുത്ത ബോഡിയിൽ നമ്മൾ വൈ പ്രോക്സിമിറ്റി ഇംപ്രൂവ്സ് ഡെവലപ്മെൻറ്റ്, അതിന് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ബെറ്റർ ലോക്കൽ ഇൻഫർമേഷൻ, അതാണ് രണ്ടാമത്തെ പാർട്ട്. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ തിരിച്ചിട്ട് തന്നെ നമുക്ക് ഈ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ലോക്കൽ ഇൻഫർമേഷൻ്റെ അസിമെട്രി ആണെങ്കിൽ ഇവിടെ ബെറ്റർ ലോക്കൽ ഇൻഫർമേഷൻ കിട്ടും അവിടെ പ്രോക്സിമിറ്റി ഉണ്ടെങ്കിൽ. സോ കോണ്ടാക്ട് സ്പെസിഫിക് സൊല്യൂഷൻസ്, ഫാസ്റ്റർ ഡിസിഷൻ ഫാസ്റ്റ് ആവും. നമുക്ക് ആ ഒരു ഹയർ ലെവൽ അതോറിറ്റിയിലേക്ക് പോയി ഡിസിഷൻസ് എടുക്കേണ്ട ഒരു ഇഷ്യൂ ഇവിടെ വരുന്നില്ല. സോ ആ രീതിയിൽ നമുക്കിവിടെ ഇങ്ങനെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ബോഡിയിൽ അടുത്ത ക്രിട്ടിക്കൽ ഇവാലുവേഷനാണ്. എല്ലായ്പ്പോഴും നമുക്കിത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബെറ്റർ. സോ നമുക്ക് ഏത് രീതിയിൽ ഡീസെൻട്രലൈസേഷൻ വിത്തൗട്ട് കപ്പാസിറ്റി ക്യാൻ റിപ്രൊഡ്യൂസ് ഇനിക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സം മുനിസിപ്പാലിറ്റീസ് ഇൻ ദ country have better resources, but some other institutions doesn't have that much information. So not information, resources. So asymmetry ഉണ്ടാവും, inequality ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഹയർ അതോറിറ്റീസ് ആണ് ഓൾവേസ്, ഹയർ ലെവൽസിലാണ് എക്സ്പെർട്ടൈസ് ഓൾവേസ് ഉണ്ടാവുക, അല്ലെ യൂഷ്വലി ഉണ്ടാവുക. സോ ലോക്കൽ ലെവൽസിൽ അത്രത്തോളം എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല. പിന്നീട് ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഓൾവേസ്
ഫെഡറലിസം നമുക്ക് അത്ര ഹാപ്പൻ ആയിട്ടില്ല. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. പിന്നെ എലൈറ്റ് ക്യാപ്ചർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാർജിനൽ ലെവൽ ലൈക്ക് ലോക്കൽ ലെവൽസിൽ തന്നെ അവിടെ മാർജിനലൈസേഷൻ നടക്കും. ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള മാർജിനലൈസേഷൻ. ഫോർ എക്സാമ്പിൾ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ക്യാപ്ചർ ചെയ്യും, അവിടുത്തെ അതോറിറ്റി ക്യാപ്ചർ ചെയ്യാൻ. ഡീസെൻട്രലൈസേഷൻ ഓവറായിട്ടുള്ള പവറാണ് കൊടുക്കുന്നത്. സോ ഓവറായിട്ടുള്ള പവർ കെയിം ഓവർ റെസ്പോൺസിബിലിറ്റി. സോ അതുപോലുള്ള പവർ അവിടെ കൂടുതൽ ആൾക്കാർ സീക്കും. സോ വുമൻ അല്ലെങ്കിൽ മാർജിനലൈസ് ആയിട്ടുള്ള സെക്ഷൻസ് അവിടെ മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ടാവും. സോ ഇതുപോലുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കും ഡിമെറിറ്റായിട്ട്. പിന്നെ ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഒരു വേ ഫോർവേഡിൽ കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ വേ ഫോർവേഡിൽ കൺക്ലൂഷൻ കൂടെ ആകുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഹോളിസ്റ്റിക്കലി അപ്രോച്ച് ചെയ്തു എന്നാണ് ഈ ഒരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മളിത് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പിന്നീട് നമ്മൾ ഹെഡ് ചെയ്തത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഹെഡ് ചെയ്തത് എന്തുകൊണ്ടാണ് കണ്ടോ ബോഡിയിൽ ഹൗ ഡിസ്റ്റൻസ് ഡിഫീറ്റ് ഡെവലപ്മെൻറ്റ്. പിന്നീട് നമ്മൾ വൈ പ്രോക്സിമിറ്റി ഇംപ്രൂവ് ഡെവലപ്മെൻറ്റ്. പിന്നീട് നമ്മൾ അതിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തു. ശേഷം നമ്മൾ വേ ഫോർവേഡായിട്ട് കൺക്ലൂഡ് ചെയ്തു. ഇതിനൊരു ഫ്ലോ ഇല്ലേ ഈ ഒരു ആൻസറിന്. സോ ആ ഒരു ഫ്ലോ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ ആ രീതിയിൽ ഫ്ലോ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ ക്വസ്റ്റ്യനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഡിഫിക്കൽട്ട്. സോ ആ രീതിയിൽ നോക്കുക. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മൾ ആ വേർഡ് ബൈ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യന് പറയാനുള്ളത്. താങ്ക് യു.